വേണമെന്ന് കരുതി ആരോഗ്യ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെല്ലാം ഞങ്ങൾ പഠനം നടത്തി, ഗ്രഹപാഠം ചെയ്തു. എന്നിട്ട് തയ്യാറാക്കിയ പദ്ധതികളാണ് പുതുയുഗ യാത്രയിൽ. ന്യൂ ഇയറയാണ്, പുതിയ യുഗമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അത് ജനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. എനിക്ക് അഭിമാനമുണ്ട്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഹർത്താലും ബന്ധും പോലും നടത്താതെയാണ് ഈ പ്രതിപക്ഷം ഈ വിജയം നേടിയെടുത്തത്. ഒരു ഹർത്താലും ബന്ധും നടത്താതെ. ഇത് നമ്മുടെ പുതിയ കേരളമാണ് എന്ന് കേരളത്തിന് പുറത്തേക്കുള്ള ഒരു സന്ദേശം കൊടുക്കാൻ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ടും ഞങ്ങൾ ശ്രമിച്ചു. ഞാനൊരു ജോലിയിരിക്കുന്നുണ്ട് അടുത്ത്, എന്നാലും ഞാൻ പറയാം, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിനേക്കാളേറെ ഒരു വലിയ സന്തോഷമുണ്ട്. കേരള ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങിച്ചെടുത്ത തെരഞ്ഞെടുപ്പാണ്. 1 ലക്ഷം മന്ത്രിമാർ തോക്കുന്നുണ്ട്, അതിൽ കൂടുതൽ മന്ത്രിമാർ തോക്കും. ചെറുതായിട്ട് എൻ്റെ ഒരു കണക്ക്. ഞാൻ 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വാക്കും. ടീം UDF എന്ന് പറഞ്ഞിട്ടുള്ളത്, 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, സെക്യുലർ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്, വിസ്മയങ്ങളുണ്ടാകും എന്ന് പറഞ്ഞതെല്ലാം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വേണ്ടാത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരുപാട് പരിഹസിക്കപ്പെട്ടു. നിസ്സാരമില്ല, അത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അതൊക്കെ ഉണ്ടാവും. എനിക്കതിൽ സങ്കടമൊന്നുമില്ല.